ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും മാർത്തോമ സുറിയാനി സഭയുടെയും സംയുക്ത കമ്മീഷനാണ് ഇത് ഭരിക്കുന്നത്. യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തിലും ഇന്ത്യയിലും ഉടനീളമുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന പള്ളിക്കെട്ടിടങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 117 കിലോമീറ്റർ വടക്കും കൊച്ചിയിൽ നിന്ന് 98 കിലോമീറ്റർ തെക്കുമായി MC റോഡിനോട് ചേർന്നുള്ള ഒരു പ്രധാന പട്ടണമായ ചെങ്ങന്നൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1650 വർഷങ്ങൾക്ക് മുമ്പാണ് പള്ളി പണിതതെന്നാണ് കരുതുന്നത്. പള്ളിക്കെട്ടിടത്തിന്റെ ഘടന അത് വളരെ പഴക്കമുള്ളതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ കാലം മുമ്പ് ഒരു സന്യാസി പുരോഹിതൻ ചെങ്ങന്നൂരിൽ വന്ന് ഈ സ്ഥലത്ത് ഒരു ആരാധനാലയം ആരംഭിച്ചു എന്നതാണ് കഥ. AD 1580 വരെ ഈ പള്ളിയിൽ നസ്രാണികളും ജ്ഞാനായിക്കാരും ഒരുമിച്ചാണ് ആരാധിച്ചിരുന്നത്. തുടർന്ന് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ജ്ഞാനായിക്കാരും ചെങ്ങന്നൂരിലുള്ളവരോടൊപ്പം ചേർന്നു. പിന്നീട് ജ്ഞാനായിക്കാർ സ്വന്തമായി പള്ളി പണിത് നാട് വിട്ടു. നവീകരണ കാലത്ത് മലങ്കര സഭയിൽ 2 ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഈ പള്ളിയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വഴക്കുണ്ടായി. കോടതിയലക്ഷ്യ കേസുണ്ടായി. ഇപ്പോൾ ചെങ്ങന്നൂർ പഴയ പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെയും ഉടമസ്ഥതയിലാണുള്ളത്. 18ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യകളുടെ സമന്വയമാണ് വാസ്തുവിദ്യാ ശൈലി. കൂടാതെ കേരള ഭൂപ്രകൃതിയിൽ നിന്ന് പെട്ടെന്ന് നടപ്പന്തൽ, കല്ലുവിളക്ക്, കൊത്തുപണികളാൽ അലങ്കരിച്ച വാതിലുകൾ എന്നിവയിൽ വടിയും പിടിച്ചിരിക്കുന്ന ഒരു ഹനുമാൻ ഉൾപ്പെടുന്നു. മുൻകാലങ്ങളിൽ പ്രദേശങ്ങൾ പ്രദർശിപ്പിച്ച സാമുദായികവും മതപരവുമായ സൗഹാർദ്ദത്തിന്റെ സൂചനയാണ്. ചെങ്ങന്നൂരിലെ പഴയ സുറിയാനി പള്ളിയും കോട്ടയത്തെ ചെറിയ പള്ളിയും ഒരേ വാസ്തുവിദ്യ വൈഭവം കൊണ്ട് അതുല്യമാണ്. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നുള്ള മെത്രാപോലിത്തയായ ഇവാനിയസ് യുഹാനോൻ 1751 മലങ്കര സന്ദർശിച്ച് പഴയ സുറിയാനി പള്ളിയിലെ പടിഞ്ഞാറൻ മാളിക തന്റെ ഭവനമാക്കിയതായി ചരിത്രം പറയുന്നു. മലങ്കരയിൽ മാർ യാക്കോബിന്റെ ആരാധനാക്രമം പ്രചരിപ്പിച്ചതിന്റെ ബഹുമതിയായ മാർ ഇവാനിയോസ് 1794 അന്തരിക്കുകയും സഭയുടെ തെക്കൻ ആൾത്താരയുടെ മുമ്പിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. മാർ ഇവാനിയോസ് ചെങ്ങന്നൂരിൽ എത്തിയതിന് ഐതിഹ്യമുണ്ട്. പമ്പാ നദിയിൽ ഇറപ്പുഴക്കടവിലെത്തിയ അദ്ദേഹത്തെ അനുയായികൾ ഘോഷയാത്രയായി പള്ളിയിലേക്ക് അനയിച്ചു. എന്നാൽ ദേശത്തെ നായർ പ്രമാണിമാർ വഞ്ചിപ്പുഴ മുഖ്യന്റെ കൊട്ടാരത്തിന് മുന്നിലൂടെ ജാഥ കടത്തിവിടാത്തതിനാൽ ഘോഷയാത്ര മറ്റൊരു വഴിയിലൂടെ പോകേണ്ടി വന്നു. വഞ്ചിപ്പുഴ മുഖ്യന്റെ മകൻ രോഗബാധിതനായപ്പോൾ ഒരു സന്യാസിയുടെ ശാപം മകനിൽ വീണതായി രാജകീയ ജ്യോത്സ്യൻ കണ്ടെത്തി. മാർ ഇവാനിയോസിന്റെ പ്രാർത്ഥനയിൽ കുട്ടിയുടെ അസുഖം മോചിപ്പിച്ചതിനാൽ മുഖ്യമന്ത്രി മാപ്പപേക്ഷിച്ചതായി പറയപ്പെടുന്നു. പ്രത്യുപകാരമായി മുഖ്യൻ നികുതിരഹിതമായ ഭൂമിയും സ്വത്തുക്കളും സഭയ്ക്ക് നൽകി. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി നടക്കുന്ന വളരെ പ്രശസ്തമായ നേർച്ചയാണ് അവൽ നേർച്ച. 16ാം നൂറ്റാണ്ടിൽ ചെങ്ങന്നൂർ ഭരിച്ചിരുന്ന പഴയ വേണാട് രാജ്യവുമായി ബന്ധിപ്പിച്ചിരുന്ന വഞ്ഞിപ്പുഴ കൊട്ടാരത്തിന്റെ അന്നത്തെ ഗ്രാമീണ തലവന്റെ രക്ഷകർതൃത്വമായിരുന്നു ഇത് മേഖലയിലെ ഒരു ജനപ്രിയ സംഭവമാക്കി മാറ്റിയത്. 16ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചെങ്ങന്നൂരിലേക്ക് കുടിയേറിയ സുറിയാനി ക്രിസ്ത്യാനികളുടെ മുക്കത്ത് കുടുംബത്തിന്റെ സ്ഥാപകനായ തൊമ്മന് പ്രാദേശിക ഭരണത്തിന്റെ അധികാരം വഞ്ഞിപ്പുഴ പ്രമാണി നൽകിയിരുന്നു. വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് വിതരണം ചെയ്യാൻ ചെറിയ പാക്കറ്റ് അവൽ എടുത്തിരുന്ന മുക്കത്ത് തറവാട്ടിലെ അക്കാമ എന്ന പ്രായമായ മാതൃസ്ത്രീയാണ് അവൽ നേർച്ചയുടെ ഉത്ഭവത്തിന് കാരണമെന്ന് ചുറ്റുപാടുള്ളവർക്കെല്ലാം അക്കാമ ഒരു നുള്ള് അരിപ്പൊടി നൽകാറുണ്ടായിരുന്നു. അവരുടെ മരണശേഷവും മുക്കത്ത് കുടുംബാംഗങ്ങൾ ആ ശീലം തുടർന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അവൽ നേർച്ച വിപുലമായ ഒരു സംഭവമായി മാറി.